ആരുടെയും ആലയിലല്ല, ഒരു സ്വതന്ത്ര സംഘടനയാണ്. അവരുമായിട്ടും പ്രത്യേക അകൽച്ചയോ പ്രത്യേക അടുപ്പമോ ഇല്ല. സമസ്ത അതിൻ്റെതായ റൂട്ടിലൂടെ മുന്നോട്ട് നീങ്ങും. അപ്പൊ ഈ ഭീഷണി മുഴക്കുക എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും, നിങ്ങൾ പറഞ്ഞ കക്ഷിക്ക് മാത്രമല്ല പലർക്കും ഭീഷണി മുഴക്കാവുന്നതാണ്. അങ്ങനെ ഇത്തരം പരിപാടികൾ സംബന്ധിച്ചെടുക്കുന്ന ആളുകൾക്ക് വേറെയും ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. സമസ്ത ആരുടെയും ആലയിൽ അല്ല. മുസ്ലിം ലീഗ് നേതാക്കളുടെ ചില പ്രഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട പത്രക്കാരെ ചോദ്യം, അതിനെന്താ ബഹുമാന്യനായ ബഹാവുദ്ദീൻ ഉസ്താദിന്റെ മറുപടി? സമസ്ത ആരുടെയും ആലയിൽ അല്ല. സമസ്ത ഒരു സ്വതന്ത്ര സംഘടനയാണ്. ആരുമായും ഒരു പാർട്ടിയുമായും പ്രത്യേക അടുപ്പമോ അകൽച്ചയോ ഇല്ല. ഇതാണ് അന്ന് ഉസ്താദ് പറഞ്ഞതും സമസ്തയുടെ യഥാർത്ഥ നയവും ഇന്നും സമസ്തക്കാരായ ഞങ്ങൾ പറയുന്നതും. ഇപ്പോൾ മാറ്റി പറയുമ്പോൾ ആരാണ് മാറ്റി പറയുന്നത്? ആർക്കാണ് മാർഗഭ്രംശം സംഭവിച്ചിട്ടുള്ളത്? സമസ്ത ആരുടെയും ആലയിലല്ല. ഇത് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മൈക്ക് കെട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി പെരിന്തൽമണ്ണയിൽ ചേളാരി സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന ആയിരിക്കുന്ന SKSF സംഘടിപ്പിച്ചതാണ്. സമസ്ത 100ാം വാർഷിക പ്രചരണ സംഗമം എന്ന പേരിൽ ഉദവികളുടെ തിരുത്തിന് ബദൽ തുരുത്തി എന്ന പേരിലാണ് ഈ പരിപാടി ഇവർ സംഘടിപ്പിച്ചത്. ഉദവികൾ നടത്തിയ പരിപാടിക്ക് മറുപടിയായിരുന്നു ഇത്. അപ്പോൾ ഇതില് ബഹാവുദ്ദീൻ നദവി മുമ്പ് പത്രക്കാർക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം എടുത്തുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്. അതിൽ പറയുന്ന പ്രധാന വിഷയം സമസ്ത ആരുടെയും ആലയിലല്ല, സമസ്ത ഒരു പൊതു സംഘടനയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇത് തന്നെയാണ് നമ്മളൊക്കെ ഇത്ര കാലം പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ പേരിലാണ് പലതും അനുഭവിക്കേണ്ടി വന്നത്. നമ്മളൊക്കെ അതിൽ പല ആൾക്കാരും അനുഭവ സാക്ഷ്യരുമാണ്. ഇവിടെ ഞാനൊരു ലേഖനം വായിക്കുകയുണ്ടായി. സുപ്രഭാതം പത്രത്തിൽ 26/9/2025 വന്ന ഒരു ലേഖനമാണ്. ഇബ്രാഹിം ഫൈസി പേരാൽ. അതിൽ സമസ്തക്ക് കരുത്തേക്കിയ നേതൃദ്വയങ്ങൾ എന്ന പേരിലാണ് ആ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ ലേഖനം ഞാനിവിടെ കാണിക്കാം. അതിന്റെ അവസാന ഭാഗത്തേക്ക് വന്നാൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. സമസ്തയുടെ ചരിത്രത്തിൽ ഏറെ പരിക്കേൽക്കേണ്ടി വന്ന പതിറ്റാണ്ടുകളായിരുന്നു അത്. സ്വന്തം പ്രസ്ഥാനത്തിന്റെ പരിധിയിലായിട്ട് പോലും പ്രസ്ഥാന നായകന് ജാമ്യയുടെ പടിയിറങ്ങേണ്ടി വന്നത് ഇക്കാലത്താണ്. രാഷ്ട്രീയാധിപ്രസരം എന്നതിനപ്പുറം കാരണങ്ങളൊന്നും അന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നില്ല. തനിക്കെതിരെ പുറത്താക്കൽ പ്രമേയം വന്നപ്പോഴും പ്രകോപിതനാവാതെ പ്രസ്ഥാനത്തെ നയിച്ച കാലമായിരുന്നു അത്. കണ്ടല്ലോ നിങ്ങൾ, വളരെ വ്യക്തമായിക്കൊണ്ട് അതിലെഴുതാണ് ശംസുൽ ഉലമ ജാമ്യയിൽ നിന്നും പോലും പടിയിറങ്ങേണ്ടി വന്നത്. ഈ അടുത്ത കാലത്തായിട്ട് ജാമ്യയിൽ നിന്നും മറ്റൊരു ഉസ്താദിനെ പുറത്താക്കിയത് നമുക്കൊക്കെ അറിയാം അല്ലെ? അതുപോലെ മുമ്പ് ശംസുൽ ഉലമയും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ സമീപകാലത്തിനെ ബന്ധപ്പെട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അനുഭവിക്കുന്നത് എന്താണോ അതും ശംസുൽ ഉലമ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ലേഖനത്തിൽ എഴുതി പോകുന്നത്. നമുക്കിങ്ങനെ അതിലെഴുതിയത് കാണാം. സമീപകാലത്ത് സംഭവങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ ബോധ്യമാവുന്ന ചില വസ്തുതകളുണ്ട്. നാവും തൂലികയും കൊണ്ട് ആദർശത്തിന് വേണ്ടി പടപൊരുതിയ ശംസുൽ ഉലമ ഏറെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. സമസ്തയുടെ സ്വത്വത്തിന് വേണ്ടി ശബ്ദിക്കുന്നവർ ഇപ്പോഴും അത് ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആദർശ പ്രതിബദ്ധതയുള്ളവരോട് അരിശം തീർക്കുന്നത് ആദർശബദ്ധമായിട്ടല്ല, പകരം പച്ചക്കളവ് പ്രചരിപ്പിച്ചുകൊണ്ടാണ്. ശംസുൽ ഉലമയിലും എതിരാളികൾ പ്രയോഗിച്ച തന്ത്രം ഇതായിരുന്നു. നോക്കണം നിങ്ങൾ, സമസ്തയുടെ രാഷ്ട്രീയ നിലപാടിൽ മായം കലർത്തി ദുരുപയോഗ പ്രചരണം നടത്തുകയായിരുന്നു അന്ന്. ഇന്നും അതിന്റെ തനിയാവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. നോക്കി നിങ്ങൾ, ഇന്നും അതിന്റെ തനിയാവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് എഴുതുന്നത് സുപ്രഭാതം പത്രത്തിലാണ്. നോക്കൂ, പിന്നെയും അതിൽ അവസാന ഭാഗം കൂടി ഞാൻ വായിക്കാം. 100ാം വാർഷികത്തിന് പടിവാതിൽക്കൽ നിൽക്കുന്ന പ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വശം കൂടിയുണ്ട്. കല്ലെറിഞ്ഞവരും തെറി പറഞ്ഞവരും പിൻകാലത്ത് സത്യം ബോധ്യപ്പെട്ട് ശംസുൽ ഉലമയെ വാരിപ്പുണർന്നിട്ടുണ്ട്. തെറ്റിദ്ധരിപ്പിച്ചും അകറ്റി നിർത്തപ്പെട്ടവരും പിരിച്ചുവിടപ്പെട്ടവരും ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ അവസാനം അദ്ദേഹം അവിടെ പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ആദ്യം ഒരു പ്രസംഗം നിങ്ങളെ കേൾപ്പിച്ചു, SKSF-ന്റെ ഒരു യുവ നേതാവ്. അപ്പൊ അവര് പറയുന്നത് സമസ്ത ആരുടെയും ആലയിലല്ല, ഒരു സ്വതന്ത്ര സംഘടനയാണ് എന്നുള്ളതാണ്. നമുക്ക് ഏവർക്കും അറിയുന്നത് തന്നെയാണത്. സമസ്ത ഉണ്ടാക്കിയതും അതിന് തന്നെയാണ്. വിദഗ്ധക്കാരെ നേരിടലാണ് സമസ്തയുടെ യഥാർത്ഥ ലക്ഷ്യം തന്നെ. കാരണം നമ്മളെ ദീനിൽ വെള്ളം കടത്താൻ വേണ്ടി വന്നവരാണ് വിദഗ്ധത്തിന്റെ കക്ഷികൾ, വഹാബികൾ എന്ന പേര് കൂടി അവർക്ക് ഉപയോഗിക്കണ്ട എന്നുള്ള രീതിയിലാണ് അവർ പോലുള്ള, ഞങ്ങൾ അങ്ങനെ വിളിക്കരുത് എന്നാ പറഞ്ഞത്. അത്രയും മോശപ്പെട്ട ആളുകളാണ് ഈ വഹാബികൾ. അവരെ നേതാവിന്റെ പേരിൽ അറിയപ്പെടാൻ പോലും കഴിഞ്ഞ ദിവസം ഒരു നേതാവ് ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം വഹാബി എന്ന പേര് പോലും അവർക്ക് അലർച്ചയായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് നമ്മളെ പോലും ഭിന്നിപ്പിക്കാൻ വേണ്ടി നമ്മളെ കേരളത്തിലെത്തുകയും രണ്ട് വിധമാക്കിയിട്ട് നമ്മളെ മാറ്റിയത്. അവരെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടാക്കിയത്. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. 100 വർഷങ്ങൾക്ക് മുമ്പ് അതേ സമസ്തയിൽ എങ്ങനെയെങ്കിലും ഭിന്നിപ്പുണ്ടാക്കണമെന്നായിരുന്നു അവരുടെ ശ്രമം. തന്ത്രപരമായിക്കൊണ്ട് അവരെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും അതിന്റെ തലപ്പത്തേക്ക്
ആലിമീങ്ങളെയും അതുപോലെ തന്നെ സയ്യിദന്മാരൊക്കെ അതിന്റെ തലപ്പത്ത് കൊടുത്തിരുത്തി. പിന്നീട് അവരോടുള്ള ശത്രുത കുറഞ്ഞു വന്നു. പിന്നീട് അവര് ആ അവസരം വെച്ച് മുതലെടുത്തു. നിരവധി മുസ്ലിം പള്ളികള്, സുന്നി ആശയപ്രകാരം പോയിരുന്ന പള്ളികള് മുഴുവൻ മുജാഹിദുകൾ കൈവശപ്പെടുത്തി. നോക്കണം നിങ്ങൾ, എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇടപെടാൻ സാധിച്ചില്ല? എത്ര സ്ഥാപനങ്ങൾ അവരുണ്ടാക്കിയെടുത്തു മുജാഹിദ് പ്രസ്ഥാനം? ഏത് രീതിയിലാണ് അവരുണ്ടാക്കിയെടുത്തത്? ഈ മുജാഹിദ് പ്രസ്ഥാനം നിലനിൽക്കുന്നത് മുഴുവൻ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പവറിൽ തന്നെയാണ്. അവരുണ്ടാക്കിയെടുത്തതൊക്കെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ കൊണ്ട് തന്നെയാണ്. അതേ മറിച്ച് സമസ്ത പേരിന് വേണ്ടി മാത്രം കൂടെ ചേർത്ത് നിർത്തുകയായിരുന്നു എന്നുള്ളതായിരുന്നു, ജനങ്ങളൊപ്പം നിർത്താൻ. ആ കാഴ്ചയായിരുന്നു നമ്മൾ എവരും കണ്ടത്. എന്നിട്ടോ സമസ്തയുടെ യഥാർത്ഥ ആദർശം പറഞ്ഞതിന്റെ പേരിൽ ആദ്യം ശംസുലുലമയെ ഒറ്റപ്പെടുത്തിയെങ്കിൽ പിന്നീട് ശംസുലുലമ നയപരമായി ഒന്ന് മാറി അവർക്കൊപ്പം ചേരുന്ന രീതിയിലായപ്പോൾ അവരെ ചേർത്ത് പിടിച്ചു ശംസുലുലമയെ, അല്ലേ? എന്നിട്ട് മറ്റുള്ള ആളുകളെ പരമാവധി ദ്രോഹിച്ചു. അതാണ് നമ്മൾ കണ്ടത്. നാട്ടിൽ മുഴുവൻ ഫിത്തനയും ഫസാദുകളും ഉണ്ടാക്കുന്നത് അവരാണെന്ന് പറഞ്ഞ് പല ഭാഗത്തു നിന്നും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ ആട്ടിയോടിച്ചത് മാത്രമാണോ ഉണ്ടായത്? ഒരുപാട് പ്രവർത്തകർക്ക് ജീവൻ പോലും നഷ്ടമായി. എനിക്കിവിടെ ഒരു കാര്യം പറയാനുള്ളത്, എന്തെല്ലാം അന്ന് ശംസുലുലമ അനുഭവിച്ചിരുന്നോ അതെല്ലാം ഇപ്പൊ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷെ ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഒന്ന് മനസ്സ് മാറി ആ സുഹാബി വിഭാഗത്തോടൊപ്പം ചേർന്നാല് എന്താണ് ശംസുലുലമ അന്ന് ചെയ്തത് അതേ രീതിയിലാവാനും സാധ്യതയുണ്ട്. ഈ സമസ്ത, ചേളാരി സമസ്ത ആലയിൽ തന്നെ അവിടെ നിൽക്കും. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരൊറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ സമയത്ത് നിങ്ങൾ മറ്റൊരു സമസ്ത ഉണ്ടാക്കരുത് എന്നുള്ളത് മാത്രമാണ്. ഇവിടെ യഥാർത്ഥ ആശയത്തിലുള്ള ഒരു സമസ്ത ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ കീഴിലായിട്ടുണ്ട്. അതിൽ വന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്. കാരണം ഇനിയൊരു ഭിന്നിപ്പ് നമുക്ക് വേണ്ട. സത്യം മനസ്സിലാക്കുന്നവരും എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്നും എന്താണ് സമസ്തയുടെ ആശയമെന്നും ലക്ഷ്യമെന്നും മനസ്സിലാക്കുന്നവര് AP ഉസ്താദിനൊപ്പം അണിനിരക്കട്ടെ. അതല്ല രാഷ്ട്രീയമാണ് വരുന്നെങ്കിൽ അവര് മറുവിഭാഗത്തും അണിനിരക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഒരു ഉസ്താദ് പറയുകയാണ്, സമസ്ത എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെതാണ്, ലീഗ് എന്ന് പറഞ്ഞാൽ സമസ്തയുടേതാണ് എന്നുള്ളത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് സമസ്തയുടേതാണ്, സമസ്തയോ സമസ്ത അത് മുസ്ലിം ലീഗിൻ്റെതാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുസ്ലിം ലീഗിൻ്റെതാണ്. വലിയൊരു വിശ്വാസി സമൂഹത്തെ ഇവര് മൊത്തത്തിൽ പഠിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. സമസ്ത എന്നാൽ മുസ്ലിം ലീഗിൻ്റെതാണ്, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ സമസ്തയുടേതാണ്. മുസ്ലിം ലീഗ് എന്ത് ചെയ്താലും അതിനെ എതിർക്കാൻ പാടില്ല, അതിനെ അംഗീകരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലായിരുന്നു. അവരെ ഇനി ദ്രോഹിച്ചാലും ശരി, സുന്നികൾ ആക്രമിച്ചാലും ശരി, അത് കൈവെട്ടി നോക്കി നിൽക്കണം എന്നുള്ള രീതിയിലായിരുന്നു. അതല്ലേ ഇവിടെ കണ്ടത്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഇതിലൊക്കെ അല്ലാഹുവിന്റെ ദീനിലും അതുപോലെ തന്നെ ഈ സമസ്തയിലൊക്കെ വളരെ സത്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ശംസുലുലമ പറഞ്ഞ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്, അതുകൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒരു കാലത്ത് ശൈഖുന പറഞ്ഞില്ലേ, ശംസുലുലമ പറഞ്ഞില്ലേ, മുസ്ലിം ലീഗിന്റെ ഓഫീസ് സുന്നത്ത് ജമാഅത്തിന്റെ ഓഫീസാണ്. ഇത് തമാശേ? കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകരാണ്, അതിന്റെ അനുയായികളും അനുഭാവികളുമാണ് അതിൽ ബഹുഭൂരിഭാഗം. സമുദായത്തിന്റെ ഒരു കൂട്ടായ്മ എന്ന നിലക്ക്, മൊത്തത്തിൽ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കൂട്ടായ്മ എന്ന നിലക്ക് അല്ലാത്തവരും അതിലുണ്ടാവും. മുസ്ലിം ലീഗിന്റെ ഓഫീസ് സുന്നത്ത് ജമാഅത്തിന്റെ ഓഫീസുകളാണെന്നാണ് ഒരു കാലത്ത് ശംസുലുലമ പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ ശംസുലുലമ മുമ്പ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാലോ. ശംസുലുലമ ഇപ്പോ ആ ലേഖനത്തിൽ തന്നെ ഉണ്ട്, തെറ്റിദ്ധരിച്ചും തെറ്റിദ്ധരിപ്പിച്ചും. ഇതിൽ വളരെ പ്രസക്തമാണ് ആ ലേഖനം. അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് തെറ്റിദ്ധരിച്ചും തെറ്റിദ്ധരിപ്പിച്ചും എന്നുള്ളത്. നോക്കി നിങ്ങൾ, വെറുതെ അല്ല രണ്ടായി മാറിയത്. തെറ്റിദ്ധരിപ്പിക്കൽ നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതാണായിരുന്നു അവിടെ സംഭവിച്ചത്. പല കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പിന്നീട് AP വിഭാഗത്തിന് മുദ്ര ചാർത്തിയത് എന്തായിരുന്നു? അരിവാൾ സുന്നി എന്നായിരുന്നു. ഇപ്പൊ മഴവാൾ സുന്നി എന്ന പേരിലാണ് മറുവിഭാഗം മുദ്ര ചാർത്തിപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. നോക്കി നിങ്ങൾ, എന്തോ ഒരു വലിയ അപകടമാണ്. ഇവിടെ പെരിന്തൽമണ്ണയിൽ നടത്തിയ പരിപാടിയിൽ തന്നെ ആ ഉസ്താദ് പ്രസംഗിക്കുന്നതിലെ ചില ഭാഗം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. സമസ്തയുടെ ചരിത്രത്തെ മനഃപൂർവ്വം വളച്ചൊടിക്കുകയും ഈ ഉമ്മത്തിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വഹാബികൾ മുസ്ലിം ഉമ്മത്തിന്റെ നേരെ ശിർക്ക് ആരോപിക്കുന്നത് പോലെ ഈ സുന്നി മഹാജനസാമാന്യത്തെ, കേരളത്തിലുള്ള സുന്നി സമൂഹത്തെ മാർക്സിസം ആരോപിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് ആരോപിക്കാൻ വേണ്ടി അച്ചാരം വാങ്ങിയ അയാൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കും. അയാൾ അത് ഇടക്കിടക്ക് പറയുന്നത് സമസ്തന്റെ നേതാക്കളൊക്കെ ലീഗരായിരിക്കണം, സമസ്തന്റെ നേതാക്കളൊക്കെ ലീഗരായിരിക്കണം എന്നിങ്ങനെ പറയുന്നത്. നമുക്ക് ലീഗരായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ലേ, ഈ ലീഗ് അല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് സമസ്തന്റെ നേതാവാകുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓനിക്കും അനുസരിക്കും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഏതാണെന്ന് ഞങ്ങൾ ചെയ്യാൻ അന്വേഷിക്കാറില്ല. കോൺഗ്രസ്സുകാരനായ ശംസുൽ ഉലമയെ അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആലിമ്യങ്ങൾ ആരാവട്ടെ,
അവര് രാഷ്ട്രീയം നമ്മൾ ചെയ്യാൻ പോകണ്ട, അവർ എന്തോ ആവട്ടെ. അവർ സമസ്തയുടെ നേതാക്കന്മാരാണോ, നമ്മൾ ആരിമീങ്ങളാണോ, നമ്മൾ അവരെ ബഹുമാനിക്കുക, അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്ക് സിന്ദാബാദ് വിളിക്കാനും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഒപ്പം സജീവമാവാനും ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാഷ്ട്രീയപരമായിട്ട് ചില കാഴ്ചപ്പാടുകൾ സത്യം ശരിയാകാം, അത് മതപരമായിട്ട് തെറ്റാകും. രണ്ടിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കൂല. ഇലക്ഷൻ വരെ വോട്ട് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നല്ലാണ്ട് അതിലപ്പുറം ഒരു വിശ്വാസിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ എളിയവനായ എൻ്റെ അഭിപ്രായം. ഉസ്താദിന്റെ പ്രശ്നം കേട്ടില്ലേ, അതില് ഒരു മുദ്ര കുത്തല്, എന്ത് സഖാവായിട്ടും അരിവാളൊക്കെ ആയിട്ടും മുദ്ര കുത്തുന്ന ഒരു പരിപാടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാ പറയുന്നത്. മുമ്പ് എന്താണോ എടുത്തിരുന്നത് അത് തന്നെ ഇപ്പോ ഈ ഷജറകൾ എന്ന് പറയുന്ന വിഭാഗത്തിനെതിരെ മറുവിഭാഗം എടുത്തുകൊണ്ടിരിക്കുന്നത്. പലതും നമുക്ക് പഴയ കാലത്തിന് സമാനമായ ചില കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരും ഇനിയുള്ള ഭാവിയിൽ നിന്നുള്ളത് ആണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്.